നമ്മളൊരു കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇന്ന് ഒരു നിങ്ങൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും ഇന്നൊരു സ്വകാര്യ സ്ഥാപനത്തിൽ പോലും ജോലി വേണമെങ്കിൽ പോലീസ് എത്ര സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വേണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷൻ അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസുകാർ നിങ്ങളുടെ അഡ്രസ് അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ കേസ് ഉണ്ടെങ്കിലും അതിനകത്ത് കിട്ടും. അങ്ങനെ നെറ്റ്വർക്ക് കണക്റ്റഡ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരു കേസ് ഉണ്ടെങ്കിൽ ജോലി കിട്ടത്തില്ല. അപ്പൊ ഈ ലഹരി പദാർത്ഥങ്ങളുടെ കേസിൽ പെട്ടാലും ഏത് കേസിൽ പെട്ടാലും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ട്. അത് പുതിയ തലമുറ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഒരു സംഭവം ഞാൻ പറയാം. എന്റെ ഒരു കൂട്ടുകാരൻ ഒരു DYSP, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു പെൺകുട്ടി, അപ്പം നല്ല മിടുക്കിയ ഒരു പെൺകുട്ടി, അവിടെ കല്യാണമൊക്കെ ഉറപ്പിച്ചു, പയ്യനോട് ഉറപ്പിച്ചു. വെൽ സെറ്റിൽഡ് ചെറുക്കനാണ്, പെണ്ണും വെൽ സെറ്റിൽഡ് ആണ്. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞ ഒരു സ്ത്രീ പെൺകുട്ടി ഈ കുട്ടിയുടെ അമ്മയും കൂട്ടി ഒരു DYSPയുടെ അടുത്തില്ലെന്ന് DYSPയോട് പറഞ്ഞു, ഞാൻ ഇന്ന പയ്യനായിട്ട് കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് സാർ, എനിക്ക് ഈ പയ്യന് കേസ് വല്ലതും ഉണ്ടോ നോക്കി പറയാമെന്ന് ചോദിച്ചു. അപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പൊ DYSP ഈ പയ്യന്റെ അഡ്രസ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കൂടെ MDMA കേസിൽ പ്രതിയാണ്. അപ്പൊ കല്യാണം ഒഴിവായിപ്പോയി. അപ്പൊ നിങ്ങൾക്ക് കല്യാണം കഴിക്കണമെങ്കിലും മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ ഇത്തരം കേസുകളിൽ പ്രതിയായെങ്കിൽ പെണ്ണ് കിട്ടാനും പാടാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച പോലെ പാസ്പോർട്ടിന് വേണമെങ്കിലും പിന്നെ വിദേശത്ത് പോയി രക്ഷപ്പെടാന്ന് വെച്ചു. വിദേശത്ത് പോയി രക്ഷപ്പെടാൻ പാസ്പോർട്ട് വേണം. ഗവൺമെന്റ് ജോലിക്ക് വേണം, PCC വേണം, പാസ്പോർട്ടിന് PCC വേണം. ഈ കാര്യത്തിലെല്ലാം PCC വേണം. അപ്പം ഈ PCC വേണമെങ്കിൽ നിങ്ങൾ കേസിൽ പെടാതിരിക്കുക.